ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും ആദ്യമേ തന്നെ ഹാപ്പി ന്യൂ ഇയർ. നല്ലൊരു വർഷമാകട്ടെ എല്ലാവർക്കും 2025. എന്നാൽ പിന്നെ ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്ന് നോക്കിയാലോ. എൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ടുണ്ടാക്കുന്ന ഒരു ഭക്ഷണമാണ് കേട്ടോ ഇന്ന് കാണിക്കുന്നത്. ഇന്നത്തെ ന്യൂ ഇയറിന് തന്നെ ആവട്ടെ ആ പരീക്ഷണമെന്ന് കരുതി. പക്ഷേ ആദ്യ പരീക്ഷണമാണെങ്കിലും പാളിയില്ല കേട്ടോ. നല്ല സൂപ്പർ ടേസ്റ്റായിരുന്നു നമ്മുടെ ഡിഷിന്. അപ്പോൾ ഇനി എന്താ ഡിഷെന്ന് പറഞ്ഞാലോ, ഇന്നലെ തന്നെ ചിക്കൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതിന് ഞാൻ കുറച്ച് പീസുകൾ മാത്രമാണ് എടുത്തത്. എന്താ ഉണ്ടാക്കുന്നതെന്നല്ലേ, ചിക്കൻ സ്റ്റൂ ആണ് ഞാൻ തയ്യാറാക്കുന്നത്. അതിന് വേണ്ട സാധനങ്ങളൊക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ചിക്കൻ മൊത്തം ഒന്നും എടുത്തിട്ടില്ല, പരീക്ഷണമാണ്. വീട്ടിലെല്ലാവരും കഴിക്കുമോ എന്നും അറിയില്ല. വെളുത്ത ഭക്ഷണത്തോടൊന്നും എൻ്റെ ഹസ്ബൻഡിനും മോനും വലിയ താല്പര്യമൊന്നുമില്ല. അവർക്ക് ചുമന്ന നിറത്തിലിരിക്കുന്ന ഇറച്ചിയോടൊക്കെയാണ് താല്പര്യം. എന്നാൽ പിന്നെ ഇന്ന് ന്യൂ ഇയർ അല്ലേ, ഒരു പരീക്ഷണമാകാമെന്ന് കരുതി രാവിലെ തന്നെ വെള്ളയപ്പവും ചിക്കൻ സ്റ്റൂവും ആകാമെന്ന് കരുതിയിട്ടാണ് തുടങ്ങിയത്. അപ്പം കുറച്ച് പീസുകൾ മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. പിന്നെ ഉരുളൻകിഴങ്ങും ക്യാരറ്റും ഇത്തിരി കുരുമുളകും ഉപ്പും ഇട്ട് ഇത്തിരി വെള്ളം ഒഴിച്ച് ഞാൻ ഒന്ന് വിസിൽ കേൾപ്പിച്ചെടുത്തിട്ടുണ്ട്. ഒറ്റ വിസിലേ കേൾപ്പിച്ചിട്ടുള്ളൂ. ചിക്കൻ ഒരുപാട് വെന്ത് പോകാതിരിക്കാൻ വേണ്ടി ഒറ്റ വിസിലേ കേൾപ്പിച്ചിട്ടുള്ളൂ. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചാണ് ഞാൻ വേവിക്കാൻ വെച്ചത്. ഇനി നമുക്കൊരു പാത്രം എടുത്ത് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞ് എൻ്റേതായ ഒരു രീതിയിലാണ് ഞാൻ കാണിക്കുന്നത്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. അതിലേക്ക് ഇത്തിരി ഏലക്കായിട്ട് പൊട്ടിച്ച് ഒരു 3-4 ഏലക്കായിട്ട് ഞാൻ പൊട്ടിച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ പിന്നെ അരിഞ്ഞു വെച്ചിരുന്ന വെളുത്തുള്ളിയും ഇഞ്ചിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചതച്ചല്ലല്ല, ചെറുതായിട്ട് ഞാൻ അരിഞ്ഞു വെച്ചതാണ്. അതുകൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് മൂത്ത് വന്നപ്പോഴത്തേക്ക് അതിലേക്ക് നീളത്തിൽ അരിഞ്ഞു വെച്ചിരുന്ന നമ്മുടെ സവാള ചേർത്ത് കൊടുത്തു. പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തു. പിന്നെ ഒന്ന് വഴന്ന് വന്നപ്പോഴത്തേക്ക് അതിലേക്ക് ഒരു 3-4 പച്ചമുളക് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പച്ചമുളകിന് നല്ല എരിവാണ്. ഒരു പച്ചമുളക് ഇട്ടാലും തന്നെ ധാരാളം. പക്ഷേ ഞാനൊരു 2 ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇത്തിരി എരിവ് ആയിക്കോട്ടെ എന്ന് കരുതി, വെളുത്തിരിക്കുമല്ലേ, അതിൻ്റെ കൂടെ എരിയും കൂടി ഇല്ലെങ്കിൽ ഒട്ടും കഴിക്കില്ല. അതുകൊണ്ട് ഇത്തിരി എരിവാവട്ടെ എന്ന് കരുതിയാണ് ഒരു 2-3 പച്ചമുളക് ഞാൻ ചേർത്ത് കൊടുത്തത്. അപ്പോൾ അതൊന്ന് വാടി വന്നപ്പോഴത്തേക്ക് ഞാൻ നേരത്തെ വേവിച്ച് വെച്ചിരുന്ന ചിക്കനും ക്യാരറ്റും കിഴങ്ങും എല്ലാം കൂടെ അതിലേക്ക് ചേർത്ത് കൊടുത്ത് തേങ്ങാപ്പാൽ 2-ാം പാലാണ് ചേർത്ത് കൊടുത്തത്. എന്നിട്ട് അടച്ച് വെച്ചൊന്ന് വേവിക്കാനായിട്ട് വെച്ചു. ഇത്തിരി നേരം 2-ാം പാൽ കിടന്നെല്ലാം ഒന്ന് വെന്ത് കുറുകട്ടെ. അപ്പോഴത്തേക്ക് അതിലേക്ക് ഇത്തിരി ഗരം മസാലയും കുരുമുളക് പൊടിയും കൂടെ ഞാൻ വീണ്ടും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാവർക്കും എരിവ് വേണമല്ലോ, അതുകൊണ്ടാണ് കേട്ടോ പിന്നെയും ചേർത്ത് കൊടുക്കുന്നത്. എല്ലാം വെന്തൊന്ന് കുറുകി വന്നപ്പോഴത്തേക്ക് ലാസ്റ്റ് ഇത്തിരി തലപ്പാലൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ തിളയ്ക്കാൻ വെച്ചില്ല, തീ ഓഫ് ചെയ്തു. അതിലേക്ക് കുറച്ച് മല്ലിയിലയും കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുത്തു. എന്നിട്ട് അടച്ചു വെച്ചു. ഇനി നമുക്കതിലേക്കൊരു വറവിട്ട് കൊടുക്കാം. വറവൊന്നുമില്ല, ഞാൻ ഇത്തിരി വെളിച്ചെണ്ണയിലേക്ക് തന്നെ, നെയ്യില്ലായിരുന്നു അതുകൊണ്ട് വെളിച്ചെണ്ണയിലേക്ക് തന്നെ ഇത്തിരി കശുവണ്ടിയും കിസ്മിസും കൂടെ മൂപ്പിച്ച് അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ സൂപ്പർ ടേസ്റ്റിയായ ചിക്കൻ സ്റ്റൂ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത്രയ്ക്ക് റെഡിയാവുമെന്ന് ഞാൻ ഉണ്ടാക്കുമ്പോൾ കരുതിയതേയില്ല. നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ വെള്ളയപ്പത്തിൻ്റെ കൂടെ. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കല്ലേ.